ഗസ പുനർനിർമ്മാണം വലിയൊരു ലക്ഷ്യമായി മാറുമ്പോൾ ഹമാസിന്റെ നേതൃനിരയിലേക്ക് ആര് വരുമെന്ന ചോദ്യത്തിന് ഒരു പുതിയ പേര് ഉയർന്നു വന്നിരിക്കുകയാണ്. മുഹമ്മദ് സിൻവാർ. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. ഒരു വർഷത്തിലേറെയായി ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണം 17,000-ലധികം ഹമാസ് അംഗങ്ങളുടെയും ജീവൻ എടുത്തിട്ടുണ്ട്. ആ സമയമൊക്കെയും മുഹമ്മദ് സിൻവാർ ഗ്രൂപ്പിനെ പുനർനിർമ്മിക്കുന്നതിലും ഗസയുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. യഹ്യ സിൻവാറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയിരുന്നു. ഇസ്രായേൽ ഉദ്യോഗസ്ഥരിൽ നിഴൽ എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് സിൻവാർ 1975-ൽ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തങ്ങളുടെ നേതാക്കളെ നിരന്തരം ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന് എളുപ്പമല്ലാതാക്കാൻ ഒരു ഗവേണിംഗ് കൗൺസിൽ സ്ഥാപിക്കുകയുണ്ടായി. അതിന്റെ പ്രധാന നേതാവായി മുഹമ്മദ് മാറിയിരുന്നു. അടുത്തിടെ ഗസ സിറ്റിയിൽ നടന്ന ബന്ദി കൈമാറ്റത്തിനിടെയാണ് മുഹമ്മദിന്റെ സ്വാധീനം ദൃശ്യമായത്. ഭക്ഷണവും മരുന്നും വാഗ്ദാനം ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും ദുഃഖിതരായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും മുഹമ്മദ് തന്റെ അനുയായികളോട് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വർഷങ്ങളോളം മുഹമ്മദ് തന്റെ സഹോദരന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായി തുടർന്നു. കൂടാതെ ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് മാരകമായ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ മുഹമ്മദ് സിൻവാർ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് സിൻവാറിന്റെ നേതൃത്വം ഏറെക്കുറെ രഹസ്യമായി തുടരുകയാണെങ്കിലും ഹമാസിനുള്ളിലെ പ്രധാന വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്.